ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ 14-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ അർജുനൻ ദ്വാരകയിൽ പോയിട്ട് 8 മാസം കഴിഞ്ഞിട്ടും വന്നില്ല എന്ന് ദുഷ്ടനൻ ആശങ്കപ്പെടുകയാണ്. അന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാജാധികാരമൊക്കെ ഏറ്റിട്ട് ശ്രീകൃഷ്ണൻ കൂടെ കൊണ്ടുപോയി, അർജുനനും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 8 മാസമായിട്ട് വന്നിട്ടില്ല. അത് മാത്രമല്ല, ഹസ്തിനപുരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയിൽ അനിമിത്തങ്ങൾ, അതായത് എന്തൊക്കെയോ ദുഷ്ടമായ കാര്യങ്ങൾ കണ്ടു. സ്വപ്നത്തിലായാലും നേരിട്ടായാലും നമ്മുടെ യുധിഷ്ഠിരനെ കാണാൻ ഇടവന്നു. ഇങ്ങനെ പല ആപൽശങ്കകൾ ധർമ്മപുത്രരെ അലട്ടിത്തുടങ്ങി. അതുകൊണ്ട് നാരദർ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട്, നാരദർ പറഞ്ഞിരുന്നു ഭഗവാൻ ധാമത്തിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ നാരദർ പറഞ്ഞ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഭീമസേനോട് ഇപ്രകാരം ചോദിക്കുകയാണ്: ഇവിടെ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടല്ലോ പ്രകൃതിയിൽ. ഇങ്ങനെയുള്ള അവലക്ഷണങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഉള്ളിടത്തോളം കാലം, അതായത് ഭഗവാൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള അവലക്ഷണങ്ങൾ കാണാൻ വഴിയില്ല. ഭഗവാൻ നമ്മയെല്ലാം ഉപേക്ഷിച്ചു സ്വധാമം പ്രാപിച്ചുവോ എന്ന് ഭയപ്പെടുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആയിരിക്കുമോ? അപ്പോൾ ദ്വാരകയിൽ നിന്ന് എന്തുകൊണ്ടാണ് അർജുനനെ കാണാനില്ല, ഒരു വിവരവും അറിയുന്നില്ല? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആണ് അർജുനൻ വന്നത്. ദ്വാരകയിൽ നിന്ന് അർജുനനെ കാണാനില്ല എന്നുള്ള പരാതികളും പറഞ്ഞ് ഇങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുനന്റെ വരവ് ഭയങ്കര സന്തോഷം ഉളവാക്കി യുധിഷ്ഠിരനെ. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദുഃഖപരവശനായി തേജസ് നഷ്ടപ്പെട്ട കണ്ണീർ ഒഴുക്കി തലതാഴ്ത്തി യുധിഷ്ഠിരന്റെ മുന്നിൽ വന്ന് അർജുനൻ നിന്നു. ഇത് കണ്ടിട്ട് യുധിഷ്ഠിരന്റെ മനസ്സിൽ ആശങ്ക കൂടി. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട്, എന്തുകൊണ്ട് അർജുനൻ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തുകൊണ്ടാണ് ആ ഒരു ആശങ്ക കൂടിയെങ്കിലും അത് മറച്ചുകൊണ്ട് അപ്പോൾ പിന്നെയും ചോദിക്കുന്നു, ദ്വാരകയിൽ എല്ലാവരും സുഖമാണോ, അവർക്ക് സുഖമാണോ? എല്ലാവരെ പറ്റിയും ചോദിച്ചു കൊണ്ടേയിരുന്നു. ഭഗവാൻ എങ്ങനെയുണ്ട്, ഭഗവാനെ കുറിച്ചും ചോദിക്കുന്നു. ഇപ്പൊ ഈ ചോദ്യങ്ങൾക്ക് കേട്ടിട്ട്, അതായത് പിന്നെയും ചോദിക്കുകയാണ്, മിണ്ടാതെ ഇരിക്കുകയാണ്. വിഷമത്തോടെ അർജുനെ കണ്ട് പിന്നെയും പറയാണ്: നിന്നെ ആരെങ്കിലും അവിടെ അപമാനിച്ചുവോ, പരുഷമായി പെരുമാറിയോ, പിന്നെ നീ സത്യലംഘനം ചെയ്തുവോ? അതായത് നിന്റെ ഹൃദയത്തിൽ പതിച്ച ആത്മബന്ധുവായ ഭഗവാനെ പിരിഞ്ഞ് ദ്വാരകയിൽ വന്ന് വിഷമം തോന്നുന്നുവോ? പിന്നെ അവിടെ ആരെങ്കിലും വൃദ്ധന്മാർക്കോ ബാലന്മാർക്കോ നീ കൊടുക്കാതെ നീ മാത്രം ഭക്ഷണം കഴിച്ചോ? ക്ഷമിക്കാൻ പറ്റാത്ത പ്രവൃത്തി ചെയ്തോ? ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്നു. പിന്നെ ആരെങ്കിലും നിനക്ക് രക്ഷിക്കാൻ പറ്റിയില്ലയോ? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നിനും ഉത്തരം പറയാതെ അർജുനൻ വളരെ വിഷമിച്ചോട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത അധ്യായത്തിൽ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയും. ഇതോടെ ഹരിവും. ഓം നമോ ഭഗവതേ വാസുദേവ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോ